സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലേബലിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരാർത്ഥിയായി എത്തി ഫൈനൽ 5-ൽ വരെ ഇടം പിടിച്ച് സെക്കൻഡ് റണ്ണറപ്പായി പടിയിറങ്ങിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ. ബ്യൂട്ടി വ്ലോഗറും ടിക്ടോക്ക് വീഡിയോകളും റീലും ചെയ്തുമാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സായി. അതോടെയാണ് ജാസ്മിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയത്. സീസൺ 6-ലെ കപ്പ് നേടിയത് ജിൻഡോ ആണെങ്കിലും ആ ബിഗ് ബോസ് സീസൺ ഇപ്പോഴും അറിയപ്പെടുന്നത് ജാസ്മിൻ്റെ പേരിലാണ്. ചില നെഗറ്റീവുകളാണ് കപ്പിനും ചുണ്ടിനുമിടയിൽ വെച്ച് ടൈറ്റിൽ ട്രോഫി ജാസ്മിന് നഷ്ടമായത്. അന്ന് നടന്ന ഹെവി PR കാരണം പല ബിഗ് ബോസ് പ്രേക്ഷകർക്കും ജിൻഡോ എന്ന ഫേക്ക് മത്സരാർത്ഥിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അല്ലായിരുന്നുവെങ്കിൽ കപ്പ് അർജുനോ ജാസ്മിനോ തൂക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ 25ാം പിറന്നാളായിരുന്നു. ഹൗസിൽ വെച്ച് ജാസ്മിനുമായി അടിയുണ്ടാക്കിയ സിബിൻ പോലും ജാസ്മിനെ സിംഗപ്പെണ്ണെ എന്നാണ് വിശേഷിപ്പിച്ചത്. വളരെ ലളിതമായിരുന്നു ജാസ്മിൻ്റെ പിറന്നാൾ ആഘോഷം. പിറന്നാൾ കേക്കിനൊപ്പം നിൽക്കുന്ന വീഡിയോ ജാസ്മിൻ പങ്കിട്ടപ്പോൾ വന്ന കമൻറ്റുകളാണ് ചർച്ചയാകുന്നത്. കേക്കിൽ കുത്തിവെച്ചിരിക്കുന്ന 15 എന്ന നമ്പർ മാറ്റി അവിടെ 25 എന്ന സംഖ്യ കൊണ്ടുവെക്കുന്ന ജാസ്മിനെയാണ് വീഡിയോയിലുള്ളത്. പർപ്പിൾ നിറത്തിലുള്ള ബോഡിക്കോൺ ഡ്രസ് അണിഞ്ഞാണ് വീഡിയോയിൽ ജാസ്മിൻ പ്രത്യക്ഷപ്പെട്ടത്. വീഡിയോ വൈറലായതോടെ കമൻറ്റ് ബോക്സിൽ ജാസ്മിൻ്റെ പ്രായത്തിൻ്റെ ചൊല്ലി ഒരു തർക്കം വന്നു. 25 വയസ്സുകാരിയാണ് ജാസ്മിൻ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും കണ്ടാൽ 30-ന് മുകളിൽ പ്രായം തോന്നിക്കുമെന്നായിരുന്നു ചില കമൻറ്റുകൾ. ജാസ്മിൻ ആരാധകർക്ക് അത് അത്ര പിടിച്ചില്ല. അതിനാൽ തന്നെ വിമർശിച്ചെത്തിയവർക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി ജാസ്മിനേക്കാൾ മുമ്പ് ആരാധകർ നൽകി. ജാസ്മിൻ്റെ വയസ്സിനെയും ലുക്കിനെയും നെഗറ്റീവ് പറഞ്ഞ എല്ലാവരും അവരുടെ ഫേസ് ഒന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യൂ. കേരളത്തിൽ ഇത്രയും യൗവനവും സൗന്ദര്യമുള്ളവരെ കാണാൻ വേണ്ടിയാണ് എന്നാണ് ചിലർ മറുപടിയായി കുറിച്ചത്. കണക്കൊന്നും അങ്ങ് വ്യക്തമാവുന്നില്ലല്ലോ, 25 അല്ല 35, ജാസ്മിനെ കണ്ടാൽ തോന്നിക്കുമെന്നും കമൻറ്റുകളുണ്ടായിരുന്നു. വയസ്സിനെ വിമർശിച്ചല്ലാതെ ജാസ്മിന് വോട്ട് ചെയ്യാതെ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തതിൽ കുറ്റബോധം തോന്നിയും ചിലർ കമൻറ്റുകൾ കുറിച്ചിട്ടുണ്ട്. സീസൺ 7 കണ്ടപ്പോൾ മനസ്സിലായി ജാസ്മിൻ ഹൗസിൽ ചെയ്ത തെറ്റുകളും മിസ്റ്റേക്കുമെല്ലാം എത്രയോ ചെറുതായിരുന്നു എന്ന്. വിന്നർ ആവേണ്ട മത്സരാർത്ഥിയായിരുന്നു എന്നാണ് ചിലർ കുറിച്ചത്. കൊല്ലം സ്വദേശിയായ ജാസ്മിൻ കൗമാരപ്രായം മുതൽ കുടുംബഭാരം ചുമക്കുന്നുണ്ട്. കടത്തിൽ മുങ്ങിയ കുടുംബത്തെ സോഷ്യൽ മീഡിയ വഴി സമ്പാദിച്ച പണം കൊണ്ടാണ് ജാസ്മിൻ കരകയറ്റിയത്. വാപ്പയുടെ ഹൃദയ സംബന്ധമായ ചികിത്സാ ചെലവും അനിയൻ്റെ പഠനവുമെല്ലാം ജാസ്മിനാണ് നോക്കുന്നത്.